എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടൻ സംഭവമാണ്, അങ്കമാലി സ്പെഷ്യലാണിത്. അങ്കമാലി പാവയ്ക്ക മാങ്ങ കറിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പാവയ്ക്കായും മാങ്ങായും കൊച്ചുള്ളി ആണിതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇഞ്ചി വേണം, കറിവേപ്പിലയൊക്കെ വേണം. ഇത് മൂന്നും ഏകദേശം ഞാൻ ഒരേ സൈസിൽ തന്നെയാണ് അരിയുന്നത്. പാവയ്ക്ക ഞാനിങ്ങനെ വട്ടത്തിൽ കീറിയതിന് ശേഷം ഇങ്ങനെ ഒരുപാട് കട്ടിയിലല്ല, ഇങ്ങനെ ചെറുതായിട്ട് അരിയും. ഇനി ഏകദേശം ഇതേ സൈസിൽ തന്നെ നമുക്ക് ഈ ഉള്ളിയുടെ സൈസ് നോക്കിയാണ് സത്യത്തിൽ ഈ പാവയ്ക്കയുടെ ഇതും ചെയ്യുന്നത്. കാര്യം സവാള വെച്ച് ഞാനത് ചെയ്യാറില്ല. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് കൊച്ചുള്ളി വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചുള്ളിക്ക് ഇത്ര നീളമല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റും വെയ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാങ്ങായി നമുക്കിനി അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. പാവയ്ക്കയാണ് നമ്മൾ ശ്രദ്ധിച്ചരിയേണ്ടത്. കാര്യം പാവയ്ക്കയ്ക്ക് കയ്പുള്ളത് കൊണ്ട് ഒരുപാട് കട്ടിയിൽ അരിയാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ആ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഞാൻ ഏകദേശം ഒരുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാവയ്ക്കയ്ക്ക് കയ്പുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഈ പാവയ്ക്ക ശകലം നേരം ഒന്ന് ഉപ്പിട്ട് വയ്ക്കണം. കുറച്ച് പാവയ്ക്കയല്ലേ ഉള്ളൂ, ഞാനൊരു 1/2 ടീസ്പൂണാണ് ഉപ്പിട്ടത്. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഈ കയ്പെല്ലാം ഒന്ന് പുറത്ത് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് കേട്ടോ. ഇത് പിഴിഞ്ഞൊന്നും കളയരുത്. പക്ഷെങ്കിൽ ഈ പാവയ്ക്കകത്ത് തന്നെ കയ്പിരുന്നാൽ നമ്മൾ ആ പാവയ്ക്കായി കടിക്കുമ്പോൾ ഭയങ്കര കയ്പായിരിക്കും. അതേസമയം ഇതിങ്ങനെ ഉപ്പ് പുരട്ടി പുറത്ത് വന്നാൽ ബാക്കി നമ്മൾ മാങ്ങയും ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ കയ്പ്പ് എല്ലാം അതിലോട്ട് പിടിച്ച് നല്ല ബാലൻസ് ആയിക്കോളും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഈ പാവയ്ക്കകത്തുനിന്ന് ഇറങ്ങാനുള്ള വെള്ളം ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി പാത്രത്തിനകത്തോട്ട് ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ മാങ്ങ ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇഞ്ചി അരിഞ്ഞതിട്ടു. പിന്നെ ഉള്ളി അരിഞ്ഞത് ഇടാം. അത് ഞാൻ കുറച്ച് ഒടുവിലൊന്ന് കടുക് വറക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മതി, ബാക്കി ഇട്ടു. പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില, അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞിടണം. പാവയ്ക്കായുടെ ആ ഒരു കയ്പ്പ് രുചിയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാം. അതിൻ്റെ അളവ് ഞാൻ ക്വാണ്ടിറ്റിയിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം. തേങ്ങാപ്പാൽ ചേർക്കണം ഈ കറിക്ക്. 1/2 ടീസ്പൂൺ മഞ്ഞളിട്ടു. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ടു. ഇതൊരു നാടൻ കറിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ 1 സ്പൂൺ ഒഴിച്ചു. ഇനി ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല കൈ കഴുകിയാൽ വൃത്തിയായിട്ടുള്ള കൈ കൊണ്ട് കേട്ടോ ഇതൊന്ന് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും ഇതുമെല്ലാം കൂടെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ് ഇതിൽ. ഇപ്പം തന്നെ ഒരു പ്രത്യേക മണം വരും ഇതിന്. ഞാനിതിവിടെ അടച്ച് വയ്ക്കാം, കുറച്ച് നേരം ഇരിക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേനും ഞാൻ പോയി തേങ്ങാപ്പാൽ ശരിയാക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10-20-25 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാനിനി ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ചട്ടിക്കകത്തേക്ക് ഇടാം. എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 2ാം പാൽ ഒഴിക്കണം. 2ാം പാലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് തന്നെ ഒന്ന് ഒഴിച്ച് അത് മസാലയൊന്നും കളയാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് 2ാം പാലിൽ നമ്മുടെ കറി ഇതിലേക്ക് വയ്ക്കാം. ഉപ്പ് നോക്കണം ഈ സമയത്ത്. ഉപ്പ് ഒരു ശകലം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. വലിയ തീയിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിക്കണം. അടപ്പൊന്ന് മാറ്റിയിട്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ കുറച്ചിടാം. ചെറിയ തീയിലിട്ട് തീ കുറച്ചതിന് ശേഷം പിന്നെ അടച്ചു വയ്ക്കാൻ പോവാം. കണ്ടേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കറിയുടെ ബാലൻസ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാവയ്ക്കായുടെ കയ്പ്പ് ആ ഉള്ളിയേലും അതുപോലെ തന്നെ മാങ്ങയിലും പിടിക്കണം. അതുപോലെ മാങ്ങയുടെ പുളി
അതുപോലെ മറ്റുള്ളിയുടെ ആ ടേസ്റ്റെല്ലാം പാവയ്ക്കയിലും പിടിച്ച് ഒരു ബാലൻസിലാകണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ അഥവാ കുറുകിയ തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇതൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കണ്ട, ചൂടായാൽ മതി. കണ്ടേ, കറിയുടെ കളറൊക്കെ മാറി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇത് ചോറിനകത്ത് ഒഴിച്ച് കറിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പാൻ ചൂടാകുന്ന ഉടനെ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് മാങ്ങാക്കറിയല്ലേ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു 2-3 ഉലുവ. കയ്പ്പയ്ക്കയാണ് നമ്മുടെ കറി, അത് മറന്നു പോയത്. അതുകൊണ്ട് ഉലുവയ്ക്ക് കയ്പ്പുമാണ്, അതുകൊണ്ട് 2-3 എണ്ണം ഇട്ടാൽ മതി. പിന്നെ ഇച്ചിരി കടുകിടാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതിലേക്ക് നമ്മുടെ സ്റ്റൈലിന് നമുക്ക് 2 വറ്റൽമുളക് അങ്ങോട്ടിടാം. അല്ലേ, എല്ലാം ഒരു ഭംഗിക്ക് കിടക്കട്ടെ. ഉള്ളി ഓൾമോസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. നമ്മുടെ കറിക്കകത്തേക്ക് നമ്മൾ കടുക് വറുത്തിരിക്കുന്ന ഇതിടാം. കടുക് വറക്കുമ്പോഴൊക്കെ ഒരുപാട് എണ്ണ ഇടാതെ ശ്രദ്ധിക്കുക. നമ്മുടെ അങ്കമാലി പാവയ്ക്ക മാങ്ങ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.